ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ്. ദേ തിരുനെല്ലായി പുഴയിൽ ഇങ്ങനെ നടന്ന് ഞാൻ പോവുകയാണേ. എവിടേക്കാന്നല്ലേ? എൻ്റെ വീട്ടിലേക്ക്. സ്വാമികളാവുമ്പോൾ അറിയാമല്ലോ, നമുക്ക് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ട വരും എന്നുള്ളത്. അപ്പോൾ ദേ എൻ്റെ വീടെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ചായ കുടിക്കാൻ. സ്വാമികൾ വീട്ടിലാണെങ്കിലും നമ്മൾ സ്വാമികളിനെ പോലെ തന്നെയാണ്, അവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദേ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ നിറച്ചും മണത്തങ്കായ ഉണ്ട്. ആ കുഞ്ഞു മണത്തക്കാളിയുടെ ആ മണത്തങ്കായ ഉണ്ട് നിറച്ചും. പിന്നെ ഈ നമ്മുടെ തൊട്ടാലിഞ്ഞൊടിയനുണ്ടല്ലോ അതും. ഇവിടെ നിന്നാണ് ഞാൻ നമ്മുടെ അവിടുത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കണതല്ലോ. ഇവിടെ നിറച്ചുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ പറിക്കാൻ തോന്നിയിട്ടേ, കാരണം നമുക്ക് എപ്പോഴെങ്കിലും കുറച്ചല്ലേ കിട്ടുള്ളൂ. ഇവിടെ നിറച്ചേ ഉണ്ടായിരുന്നു. അപ്പം ഞാനിതേ അതെല്ലാം ഒന്ന് പറിച്ചൊരു ഗ്ലാസ്സിലാക്കി വെക്കുക. അപ്പോൾ പിന്നെ കറി വയ്ക്കാമല്ലോ, അമ്മ കറി വയ്ക്കുമല്ലോ. കുട്ടികളായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ദിവസം അവരെ കാണാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ. കഴിഞ്ഞ തവണ ഇവരെ മാലയിട്ടപ്പം ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പം നമുക്ക് ഇവരെ കാണാം. തറവാട്ടിൽ ഇവർ കഴിക്കാൻ വരുമ്പോഴൊക്കെ നമുക്ക് അപ്പുറത്ത് നിന്ന് നോക്കിയിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയും കുട്ടികൾ മാലയിടാനുണ്ട്. അപ്പം നമ്മൾ അവിടെ മാറിയിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. ഒരുപാട് സങ്കടം കുട്ടികളെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ. ഏട്ടനെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് സങ്കടമാണ്. പിന്നൊന്ന് അച്ഛനമ്മയുടെ കൂടെ ആണല്ലോ വന്നിരിക്കണം എന്നുള്ളൊരു സമാധാനം. പക്ഷേ കുട്ടികളായ പിന്നെ ഏട്ടനിങ്ങനെ വർക്കിനോ ടൂറിനോ ഒക്കെ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് 2-3 ദിവസം മാറി നിൽക്കുക അല്ലാതെ ഞാൻ ഏട്ടനെയും കുട്ടികളുടെയും വീട്ടിലാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുറച്ച് നേരം ഫോൺ കണ്ട് ഇങ്ങനെ ഇരുന്ന്. പിന്നെ ലഞ്ച് കഴിക്കണം. അമ്മ എന്തോ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും വേണ്ട, ഞാൻ അത് മതി എന്ന് പറഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു, കയ്പ്പയ്ക്കായിരുന്നു. അതെനിക്കിഷ്ടമല്ല, അപ്പം ഞാൻ എടുത്തില്ല. അങ്ങനെ ഇങ്ങനെ ചേനയും പരിപ്പും തക്കാളിയും അങ്ങനെ എന്തൊക്കെയോ ഇട്ടൊരു കറി. പിന്നെ അത് കഴിഞ്ഞതാ ചെറിയച്ഛൻ്റെ മോള് ഞാനിവിടെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ അവളെ ഫോൺ ചെയ്താണ്. അപ്പോൾ രഞ്ജി വന്നു. അഞ്ചു പ്രസവിച്ചിരിക്കുകയാണ്, പോവാനായിട്ടുണ്ട്. ദാ ചെറുതിനെ എടുത്തിട്ട് രഞ്ജി ചേച്ചി ഞാൻ ഭംഗിയില്ല എന്നെ വീഡിയോയിൽ എടുക്കല്ലേ പറഞ്ഞത്. നോക്കി, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് തെറിവിളി വരും. അതായത് ഭംഗിയായിട്ട് നമുക്ക് പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ വീട്ടിലെങ്ങനെയാണോ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെയാണോ അത് മതി. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചെറുതിനെ കുറച്ച് നേരം എടുത്തിരുന്നു. രഞ്ജിയുടെ മോളെ എടുത്തു. ആളറിയാനായതുകൊണ്ട് എന്നെ അറിയില്ലല്ലോ. അപ്പോൾ ഒരു കരച്ചിലായിരുന്നു. പിന്നെ രഞ്ജി എടുത്ത് കരച്ചിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് പിന്നെ ആളറിയാനായിട്ടില്ലല്ലോ, ആരെടുത്താലും പോവും. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് കുറച്ച് നേരം മടിയിലൊക്കെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ അഞ്ചു അടുത്ത ആഴ്ച പോവാണ്, പ്രസവിച്ച് പോവാണ്. ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞതും രഞ്ജിയുടെ വലുത് പൂവമ്മ പിള്ളേരൊക്കെ ചിണുങ്ങാൻ തുടങ്ങി. കുറച്ച് നേരമല്ലേ ഒരു സ്ഥലത്ത് കൂടുതൽ നേരം ഇരിക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട്. റോഡ് സൈഡ് വേറെ ഇങ്ങനെ അതന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കും. പിള്ളേരൊക്കെ ഉണ്ട്, വിച്ചു ഉണ്ട്, രഞ്ജി, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ വിച്ചു പറഞ്ഞു ചേച്ചി ഞാൻ ഭംഗിയില്ല എന്നെ വീഡിയോ എടുക്കല്ലേ. പക്ഷെ ഇല്ല കുഴപ്പമില്ല വിച്ചു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിച്ചു ഞാനും കൂടെ എപ്പോഴും വൈകുന്നേരം, ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, അതും കൂടെ പറയാൻ മറന്നു. അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ പുഴയോരത്ത് ഇങ്ങനെ ദൂരം നിന്ന് കാണുമ്പോൾ ചെറിയ വീട് പോലെ, പക്ഷെ അടുത്തുനിന്ന് വലിയ വീടാണ്. പിന്നെ പിറ്റേ ദിവസം രാധിക മേമയും വിച്ചുവും ഞാനും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. ഇവിടെ കുറേ വീടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ രാധികമേമ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോഴേ, രാധികമേമ പുതിയ ആളാണ്. ഇപ്പോൾ കുറച്ചായിട്ടുള്ള മേമ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. പക്ഷേ പ്രായം ഒന്നും അറിയില്ല. പക്ഷേ സ്ഥാനം മേമയാണ്, ചെറിയച്ഛൻ്റെ ഭാര്യയാണ്. അപ്പോൾ സ്ഥാനം അങ്ങനെയാണല്ലോ. അപ്പോൾ രാധികമേമ എന്നാണ് വിളിക്കുക. അപ്പോൾ മേമയുണ്ട്. പിന്നെ അപ്പുറത്ത് ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ മയിലുകൾ വരും. ഇങ്ങനെയാണ് വീട്. അപ്പുറത്ത് റോഡ്, അപ്പുറത്തെ വീട്. വലിയ വീടാണ്. അടുത്തുനിന്നൊക്കെ എടുത്താൽ നമുക്കിങ്ങനെ മുകളിൽ നോക്കി അത്രയും വലുതാണ്. ഇപ്പോൾ ഇത് നമ്മൾ നല്ല ഹൈറ്റുള്ള മുകളിലായതുകൊണ്ടാണ് ഈ വീട് കുഞ്ഞതായി കാണുന്നത്. ഈ പുഴയുടെ പാലത്ത് കൂടെ വരുമ്പോൾ കൂടെ നമുക്ക് ഈ വീട് വലിയതായിട്ട് കാണാൻ പറ്റും. പിന്നെ എൻ്റെ വീടും എൻ്റെ പരിസരവും എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ.
അപ്പോൾ ദേ പഞ്ചായത്ത് കിണറും, ഈ കിണറിൽ ഞങ്ങൾ ഒരുപാട് വെള്ളം കോരിയതാണ്. പക്ഷേ ഇപ്പോഴല്ല, ഞാനൊരു 7-8 പഠിക്കുമ്പോൾ മുതൽ നമുക്ക് പൈപ്പ് കണക്ഷൻ വന്നിട്ടുണ്ട്. അതിന് മുന്നൊക്കെ നമ്മൾ ഈ കിണറിൽ നിന്ന് തന്നെയാണ് വെള്ളം കോരിയതും. ഇപ്പോഴും എന്താ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അതായത് ഇപ്പം ആരും വെള്ളമൊന്നും എടുക്കണില്ലല്ലോ. നല്ല വെള്ളത്തിന് ഈ കിണർ ഇങ്ങനെ വർഷത്തിൽ ഒരു തവണ കഴുകും. ദേ എൻ്റെ വീട് കണ്ടുണ്ടോ, ഇത്രയേ ഉള്ളൂ റോഡ്, വീട് ഇപ്പുറത്തെ പഞ്ചായത്ത് കിണർ. ഇത് വേറൊരു ചെറിയച്ഛൻ്റെ വീടാണ്, രഞ്ജിയുടെ വീട്. എല്ലാവരും ഞങ്ങൾ കുറച്ച് ടീംസ് ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ആൾക്കാരെ കല്യാണം കഴിയാനുണ്ട്. അപ്പോൾ ചെറുത് പിന്നെ ഫോണ് കണ്ടാൽ പിന്നെ അവൻ ഫോണിലേ നോക്കിയിരിക്കുകയാണ്. രഞ്ജി ഞാൻ വിളിക്കുമ്പോൾ മൈൻഡില്ല. പിന്നെ ദേ ഇവിടെ ഇതാണ് രാധികമ്മ വീട്. രാധികമ്മയില്ല. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പരിസരം, എൻ്റെ സ്ഥലം, എൻ്റെ നാട്, എൻ്റെ വീട് എന്നൊക്കെ പറയില്ലേ. ഇപ്പോഴൊക്കെ അത് ഒരു നൊസ്റ്റ് പോലെ ആയി വരികയാണ്. അതേ ചെറുത് ഒന്ന് എന്നോട് സെറ്റായി വരികയാണ്. അപ്പോഴേക്കും എനിക്ക് തിരിച്ചു വരാനാവും. എപ്പോഴെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം എത്തിയ ഉടനെ രഞ്ജി എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ നന്നായി അവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് വന്നത്. ഇതാണ് ഞങ്ങൾക്ക് ഏക ഒരു നാത്തൂനായിട്ടുള്ളത്. എല്ലാവരിലും ഞങ്ങൾ പിള്ളേരിൽ ഒരു അനിയനെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അനിയൻ്റെ ഒരേ ഒരു നാത്തൂനാണ്. ആള് ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്, പ്രിയങ്ക. ഞങ്ങളുടെ കുഞ്ഞു നാത്തൂനല്ലേ, ഞങ്ങളുടെ എല്ലാവരും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ദേ ഉറങ്ങി എണീറ്റിട്ട് ആള് ഒന്ന് മൂഡ് ശരിയായി വരുന്നേ ഉള്ളൂ. കണ്ടോ ദേഷ്യം വരികയാണേ. അപ്പോൾ അങ്ങനെ എൻ്റെ പിള്ളേരും എൻ്റെ ചെറിയച്ഛൻ്റെ മക്കളൊക്കെ ആയിട്ട് എൻ്റെ മക്കളെ മാത്രം മിസ് ചെയ്തുകൊണ്ട് ഇവർ കുഞ്ഞാറ്റിയും വൈർക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. രഞ്ജിമേമ്മയുടെ കുട്ടികൾ, അഞ്ചുമേമ്മയുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടേ എല്ലാവരും ഇഷ്ടമാണ്. എൻ്റെ മക്കളില്ലാത്തൊരു സങ്കടം വേറെയുണ്ട്. പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ജനിച്ച പിന്നെ ഏട്ടനാണെങ്കിലും കുട്ടികൾ ജനിച്ച പിന്നെ എന്നെയും പിള്ളേരെനെയും അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. എവിടെയും പോയി വർക്കിനോ അങ്ങനെ എവിടെയും പോയില്ല. ആകെ 2 ദിവസം പോവും, പുറത്ത് വർക്കിന് പോവും വരും എന്നല്ലാതെ അങ്ങനെ ഞങ്ങളെ പിരിഞ്ഞ് വീട്ടിൽ നിന്ന് മാറിയിട്ടില്ല. ഒരുപാട് മിസ്സിങ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.